കോട്ടയം പാലായിൽ കാർ ഓട്ടോറിക്ഷയും ബൈക്കും ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. അപകടമുണ്ടായ കാർ നിർത്താതെ പോയി. ദൃശ്യങ്ങളിലേക്ക്. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇത്ര വലിയ അപകടം ഉണ്ടായിട്ടും നിർത്താതെ അങ്ങ് ആരെയും കൂസാതെ പോവുകയാണ് ആ വാഹനം. അത് ആരുടെ വാഹനമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആളുകൾ നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ? എന്താണ് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഇന്നലെ രാത്രി 10:30-ക്ക് ശേഷമാണ് ഈ അപകടമുണ്ടായത്. പാലായിൽ ഈ ഓട്ടോയെ നിർത്തി സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ആ കുടുംബത്തിലുള്ള ആളുകൾ. അപ്പോഴാണ് പിന്നിൽ നിന്നും വന്ന കാർ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ കടന്നുപോയത്. ആദ്യം ഈ ഓട്ടോയിലാണ് ഇടിച്ചത്. അതിനുശേഷം തൊട്ട് മുമ്പിൽ ഒരു ബൈക്കും പാർക്ക് ചെയ്തിരുന്നു. ആ ബൈക്കും ഇടിച്ചു തെറിപ്പിച്ചു. അതിനുശേഷമാണ് ഈ കാർ നിർത്താതെ പോയത്. എന്തായാലും ഈ ഓട്ടോയിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലായിൽ തന്നെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് നിലവിലുള്ളത്. ഈ ദൃശ്യങ്ങൾ, ഇപ്പോൾ കാണിച്ച ദൃശ്യങ്ങൾ മാത്രമല്ല, മറ്റ് CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ വാഹനം ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകാൻ കഴിയുന്ന വിവരം. അധികം വൈകാതെ ഈ വാഹനം ഓടിച്ചയാൾക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ലക്ഷ്മി. ബിനിൽ ലീല സാബുവാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.